നമ്മൾ ഉണ്ടാക്കുന്നത് കേരളീയർക്ക് ഇഷ്ടവിഭവമായ ഒരു 4 മണി പലഹാരമായ കൊഴുക്കട്ടയാണ്. അതിനായി നല്ല നൈസായിട്ടുള്ള 3 കപ്പ് അരിപ്പൊടി പാത്രത്തിൽ എടുത്തു വെച്ചിരിക്കുന്നു. ഇതിന് ആവശ്യമായത് പകുതി തേങ്ങ ചുരണ്ടിയത്, ഒരു ടീസ്പൂൺ ജീരകം, ഒരു 3 ഏലക്ക, ശർക്കര. ഞാനിവിടെ എടുത്തിരിക്കുന്നത് അച്ചുവെല്ലമാണ്. അതാകുമ്പോൾ അതിനകത്ത് കല്ലും കട്ടയൊന്നുമില്ല. നല്ല നമുക്കതിനകത്ത് തേങ്ങയിൽ ചീയിട്ടാൽ മതിയാവും. അടുത്തതായി നൈസായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടിയിലേക്ക് നന്നായി തിളപ്പിച്ച 1 കപ്പ് വെള്ളം ഒഴിക്കണം. ആറിയതിന് ശേഷം ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ നന്നായി കുഴച്ച് ഉരുട്ടി എടുക്കുക. വെള്ളം കുറവാണെങ്കിൽ ഒരല്പം തണുത്ത വെള്ളം കൂടി ഒഴിക്കുക. ശർക്കര അത് തേങ്ങയിൽ ചീകി ഇട്ടിരിക്കുന്നതാണ് കാണുന്നത്. ഇതിനകത്തേക്ക് ജീരകവും ഏലക്കയും നന്നായി പൊടിച്ച് ചേർത്ത് ഇളക്കി കുഴച്ച് വയ്ക്കുക. തേങ്ങയും ജീരകവും ശർക്കരയും ഏലക്കയും കൂടെ മിക്സ് ചെയ്തതാണ് ഈ പ്ലേറ്റിൽ ഇരിക്കുന്നത്. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഒരല്പം നെയ്യ് ഒഴിച്ച് നമ്മൾ കുഴച്ച് വെച്ച ആ തേങ്ങ ഇതിനകത്തിട്ടൊന്ന് വരട്ടി വെക്കണം. അപ്പോൾ തേങ്ങയും ശർക്കരയും കൂടെ ഒന്ന് നന്നായി ജോയിൻ്റായി അതിനകത്ത് വെള്ളം പറ്റി നല്ല രുചികരമാകും. വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ കുഴച്ച് പാകമാക്കി വെച്ചിരിക്കുന്ന കൊഴുക്കട്ടയിലേക്ക് ഇത് സ്റ്റഫ് ചെയ്യാം. കൊഴുക്കട്ടയ്ക്കുള്ള പൊടി നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത് ചൂടുവെള്ളത്തിൽ തന്നെ കുഴയ്ക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. മാവ് ഒരു ബോൾ പോലെ ഉരുട്ടിയെടുക്കുക. അതിനുശേഷം അതിന് നടുക്ക് ഒരു കുഴി പോലെ എടുത്ത് അതിലേക്ക് ശർക്കര തേങ്ങയും സ്റ്റഫ് ചെയ്യുക. മാവ് കുഴയ്ക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോയാൽ ശർക്കരയും തേങ്ങയും അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങി ഇരിക്കുകയില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം വെള്ളം ഒഴിച്ച് കുഴയ്ക്കാൻ. കൊഴുക്കട്ട ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കെടുത്ത് ഇഡലി തട്ടിലേക്ക് ഓരോന്നായിട്ട് എടുത്ത് വെച്ച് ഒരു 10-20 മിനിറ്റ് നേരം വെന്താൽ മതിയാവും. ഇഡലി തട്ടിലേക്ക് നമുക്ക് കൊഴുക്കട്ട ഓരോന്നായിട്ട് എടുത്ത് വെക്കാം. എന്നിട്ട് ഇത് അടച്ചു വയ്ക്കുക. ഒരു 10-20 മിനിറ്റ് നേരം വേവട്ടെ. 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് മൂടി തുറന്ന് നോക്കാം. നന്നായി വെന്ത് റെഡിയായിട്ടുണ്ട്. കൊഴുക്കട്ട തയ്യാറായി കഴിഞ്ഞു. നമുക്കിനി ഡിഷിലേക്ക് പകർന്നു വെക്കാം.